ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2023. ഇന്ന് ജൂലൈ മാസം 15-ാം തീയതി, 196-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുവിനെ തുടർന്ന് തന്റെ ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിലെ മുടന്തനായ മനുഷ്യനെ ശിഷ്യന്മാരെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ദേവാലയത്തിലുണ്ടായിരുന്ന പുരുഷാരത്തോട് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിന് അവർക്ക് ലഭിച്ച നല്ലൊരു അവസരമാക്കി ഇവർ മാറ്റുന്നുണ്ട്. പെന്തക്കോസ്ത് ദിവസത്തിലെ പ്രസംഗം എന്നതുപോലെ ഇതും ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ അത്ഭുതങ്ങളെ പറ്റിയായിരുന്നു അവർ പ്രസംഗിച്ചത്. രോഗസൗഖ്യം വന്നത് സംബന്ധിച്ച് തങ്ങളല്ല, പിന്നെയോ ക്രിസ്തുവേശുവിൽ വെളിപ്പെട്ട ദൈവത്തിങ്കിലേക്കാണ് നോക്കേണ്ടതെന്ന് ശിഷ്യന്മാർ ജനക്കൂട്ടത്തോട് പറയുകയാണ്. തങ്ങളെയല്ല നോക്കേണ്ടത്. സംഭവിച്ച അത്ഭുതത്തെക്കുറിച്ച് ജനങ്ങൾ ഇങ്ങനെ സ്തംഭരായിരിക്കുമ്പോൾ അവരുടെ നോട്ടത്തിൽ അതിന് കാരണക്കാരായ ശിഷ്യന്മാരെ ആദരവോടെ നോക്കുക സ്വാഭാവികമാണ്. ഈ സൗഖ്യത്തിന് ഞങ്ങൾ കേവലം ദൈവകരങ്ങളിലെ വെറും ഉപകരണങ്ങൾ മാത്രമാണ് എന്ന് അവർ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അതൊരു വലിയ മാതൃകയാണ് കേട്ടോ, ഒരു സംശയവുമില്ല. പറഞ്ഞു വരുന്നത്, ക്രിസ്തു നാമത്തില് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുന്ന ഉത്തരവാദിത്വങ്ങളും ശുശ്രൂഷകളും അവയുടെ എല്ലാം മഹത്വവും മാനവും അറിഞ്ഞോ അറിയാതെയോ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. നമ്മൾ ബോധപൂർവം അത് ഏറ്റെടുക്കുന്നുണ്ടോ? അതിനൊക്കെ അവകാശികളും അർഹരുമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? വളരെ വലിയൊരു ആപത്താണ് കേട്ടോ. അപ്പോസ്തല പ്രവൃത്തികള് 14-ാം അധ്യായത്തിലുമൊക്കെ നമുക്ക് ഇതിന്റെ അപ്പോസ്തലന്മാരുടെ മാതൃക കാണാവുന്നതാണ്. പൗലോസിനെയും ബർന്നബാസിനെയും ദേവതുല്യരായി പൂജിക്കുന്നതിന് ശ്രമമുണ്ടാവുന്നുണ്ട്. പുരുഷാരത്തെ അവർ എങ്ങനെയാണ് തടയുന്നത്? കൊർന്നല്യോസിന്റെ ഭവനത്തിലെത്തിയ പത്രോസിനെ കാലിൽ വീണ് നമസ്കരിക്കുന്ന കൊർന്നല്യോസിനെ നമുക്ക് കാണാം. ഞാനും നിന്നെപ്പോലൊരു മനുഷ്യനാണെന്ന് പറയാനായിട്ട് പത്രോസിന് ധൈര്യമുണ്ടായിരുന്നു. ദൈവകരങ്ങളില് ആയുധങ്ങളായി മാറുന്നു നമ്മൾ ഓരോരുത്തരും. ഉപകരണങ്ങളായി മാറുന്നു. ദൈവം ഉപയോഗിച്ച് ഓരോന്ന് നിർവഹിക്കുന്നു. അങ്ങനെ സുവിശേഷകരായി മാറുന്നു, ശുശ്രൂഷകരായി മാറുന്നു. അത് നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ യശസ്സിനോ കീർത്തിക്കോ വേണ്ടിയോ ലാഭങ്ങൾക്ക് വേണ്ടിയോ അംഗീകാരങ്ങൾക്ക് വേണ്ടിയോ നമ്മൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. എല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട് മാറട്ടെ. ഞാനല്ല, ക്രിസ്തുവാണ് എന്ന് പറയാനായിട്ട് നമുക്കും ധൈര്യമുണ്ടാവട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.